Radio C. Our campus, our voice. ഹേയ് ഹലോ വെൽക്കം ടു റേഡിയോ സി. കൂടെയുള്ളത് ആർ ജെ ഷീലയാണ്. മഴയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണല്ലേ നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. ചില സമയത്ത് നല്ല മഴയായിരിക്കും, അല്ലെങ്കിൽ നല്ല കാറ്റായിരിക്കും. അപ്പോൾ ഈ തണുപ്പുള്ള ഈ ഒരു സാഹചര്യത്തിൽ ചില ചൂടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്പരം സംസാരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്താലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഇന്ന് ജൂൺ 12 വേൾഡ് ചൈൽഡ് ലേബർ ഡേ ആണ്. നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന ആ ഒരു സാഹചര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. കളിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന, മഴക്കാലത്തൊക്കെ മഴ നനയാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടികളായിരുന്നു നമ്മൾ. പക്ഷേ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിയാലേ കുറച്ച് കുട്ടികളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ബാല്യം എന്താണെന്ന് അറിയാത്ത, ഉത്സാഹം കാണിക്കാൻ സാഹചര്യങ്ങളില്ലാത്ത, കളിക്കാൻ സാഹചര്യങ്ങളില്ലാത്ത, പൂമ്പാറ്റകളെ പോലെ പറന്നു നടക്കാൻ ആഗ്രഹം പോലും ജനിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ പണിയെടുക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ടല്ലേ. ചില സമയത്ത് അവർ നമ്മുടെ സമൂഹത്തിന് ചുറ്റും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ലോകത്തിൽ എവിടെയെങ്കിലുമൊക്കെ അവർ അവരുടെ ബാല്യം സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അവർ നിർബന്ധിത ജോലികളിൽ ഏർപ്പെടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് അവരെക്കുറിച്ച് സംസാരിക്കാം, നമുക്ക് അവർക്ക് വേണ്ടി സംസാരിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു കൂടെയുള്ളത് ഞാനാണെന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. റേഡിയോ സിയുടെ ഭാഗമാകാൻ വേണ്ടിയാണ് അദ്ദേഹം ഇന്നിവിടെ വന്നിരിക്കുന്നത്. കൂടാതെ ഈ ചൈൽഡ് ലേബറിനെ കുറിച്ച് സംസാരിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ജാക്സൺ ജോസ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് റേഡിയോ സിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങി ഇന്ന് ചൈൽഡ് ലേബർ ആണ്. ആ ചൈൽഡ് ലേബറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് സാറോട് വന്നിട്ടുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലൂടെ തന്നെ സാറിനോട് സംസാരിക്കാൻ തുടങ്ങട്ടെ. അപ്പോൾ ലോകം ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയമാണ് റെഡ് കാർഡ് ടു ചൈൽഡ് ലേബർ, ഫെയർ പ്ലേ ഫോർ ചിൽഡ്രൻ, ഡീസൻറ്റ് വർക്ക് ഫോർ അഡൾട്ട്സ്. ഈ പ്രമേയത്തെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO 2002 മുതൽ എല്ലാ വർഷവും ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിച്ചു വരികയാണ്. ലോകത്തെമ്പാടും നിലനിൽക്കുന്ന ബാലചൂഷണങ്ങളും ബാലവേലകളും നിരുത്സാഹപ്പെടുത്തുകയും തടയുകയും അതിൻ്റെ ആശയം ലോകരാജ്യങ്ങളിലേക്ക് പകർന്നു നൽകുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ എല്ലാ വർഷവും ബാലവേല വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ഈ വർഷത്തെ സ്ലോഗനിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ആശയം അപ്പാടെ നടപ്പാക്കുന്ന വിധത്തിലാണ് ഈ വർഷത്തെ സ്ലോഗൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള ബാലവേലകൾക്ക് സ്റ്റോപ്പ്, കടിഞ്ഞാണിടുക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ആശയം. റെഡ് കാർഡ് ടു ചിൽഡ്രൻ, ഫെയർ പ്ലേ ഫോർ ചിൽഡ്രൻ, ഡീസൻറ്റ് വർക്ക് ഫോർ അഡൾട്ട്സ്. അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ കുട്ടികളെ കുട്ടികളായി കണ്ട് അവർക്ക് കളിക്കാനും വിനോദത്തിനും ഒക്കെ ചെലവഴിക്കാൻ അവരെ വിട്ടുകൊടുക്കുക, റെഡ് സിഗ്നൽ നൽകി അവരെ ചൈൽഡ് ലേബറിൽ നിന്ന് രക്ഷിക്കുക, മുതിർന്ന ആളുകൾക്ക് നല്ല തൊഴിൽ സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇതാണ് ILO മുന്നോട്ട് വെച്ച ഈ വർഷത്തെ ആശയം. സർ, സാധാരണ നമ്മുടെ കുട്ടികൾ ജോലി എടുക്കാൻ ആഗ്രഹിക്കാത്തവരാണ്, അതുപോലെ തന്നെ കളിക്കാൻ ഏറെ സമയം കണ്ടെത്തുന്നവരാണ്. ഈ സാഹചര്യത്തിൽ ബാലവേല എത്ര തരത്തിലാണ് സാധാരണ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നത്? നമുക്കറിയാവുന്ന പോലെ നമ്മുടെ കൊച്ചു കുരുന്നുകൾ പൂമ്പാറ്റകളെ പോലെ പാറി പാറി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ കൊണ്ട് നിർബന്ധിതമായി തൊഴിലെടുപ്പിക്കുക, അല്ലെങ്കിൽ തൊഴിലെടുക്കുന്ന വിധത്തിലേക്ക് സാഹചര്യങ്ങളെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചുറ്റും നോക്കിയാൽ ചൈൽഡ് ലേബർ, ബാലവേലകൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത് ഡൊമസ്റ്റിക് മേഖലകളിലാണ്. വീട്ടുജോലികൾക്കായി അനേകം കുട്ടികളെ ഇന്ത്യയുടെ പല ഭാഗത്തും ലോകത്ത് തന്നെയും ഉപയോഗപ്പെടുത്തുന്നു. ഇൻഡസ്ട്രിയൽ, ഷോപ്പ് കീപ്പേഴ്സ്. നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും കുട്ടികൾ ചായക്കടയിലും മറ്റുള്ള സ്റ്റാളുകളിലും കച്ചവടക്കാരായി നിൽക്കുന്നതും, അതുപോലെ തന്നെ വലിയ ഇൻഡസ്ട്രികളിലും ചെറിയ ഇൻഡസ്ട്രികളിലും ഒരു വ്യത്യാസവുമില്ലാതെ കുട്ടികളെ കൊണ്ട് ചെറുകിട ജോലികൾ ചെയ്യിപ്പിക്കുക, അവർക്ക് അപകടം സംഭവിക്കാൻ പോലും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് അവരെ നിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പല പല മേഖലകളിലും, ഇന്ന മേഖല എന്നതിലും ഉപരി എല്ലാ മേഖലകളിലും കുട്ടികൾ
ബാലവേലയ്ക്ക് അടിമപ്പെടുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. ലോകത്തെമ്പാടുമുള്ള ബാലവേലകൾ അത് പലതരത്തിലാണ് അതിലേക്ക് എത്തിച്ചേരുന്ന ഘടകങ്ങൾ. ചില രാജ്യങ്ങളിൽ നിയമത്തിൻ്റെ അജ്ഞതയും ദാരിദ്ര്യത്തിൻ്റെ അതികാഠിന്യവുമെല്ലാം ബാലവേലയ്ക്ക് ഒരു പരിധിവരെ വഴിതെളിക്കുമ്പോൾ, ചില സ്ഥലങ്ങളിലെല്ലാം മാതാപിതാക്കളുടെ പാരമ്പര്യം പിന്തുടർന്ന് അവർ ജോലി ചെയ്യുന്ന മേഖലകളിലേക്ക് മക്കളും എത്തിച്ചേരുന്ന ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. ചില സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട സ്കൂളുകളോ അതിനു വേണ്ട അനുബന്ധ സൗകര്യങ്ങളോ ഇല്ലാത്ത അവസ്ഥ. നമ്മൾ കാണുന്ന ഈ കേരളം പോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ വളരെ അടുത്തും എല്ലാവിധ സൗകര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനും ഒക്കെ അന്യം നിൽക്കുന്ന പല സ്ഥലങ്ങളും ഇന്ത്യയിൽ തന്നെയുണ്ട്, ലോകത്തിലെ പല രാജ്യങ്ങളിലുമുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ തീർച്ചയായും വിദ്യാഭ്യാസത്തിൽ നിന്ന് കുട്ടികളെ അകറ്റി ജോലിയിലേക്കോ എന്തെങ്കിലും വരുമാനം കിട്ടുന്ന മേഖലയിലേക്കോ തിരിയാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നു. ലോകമെമ്പാടുമായി 138 ദശലക്ഷം കുട്ടികൾ ബാലവേല ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. ഇതിൽ ഏകദേശം 54 ദശലക്ഷം പേര് അപകടകരമായ ജോലികളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ എത്ര പുരോഗതി ഉണ്ടായാലും മാറ്റമില്ലാതെ ബാലവേല തുടരുന്നു എന്നതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നത്? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ഭരണഘടനയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വ്യവസ്ഥ ചെയ്യുന്നു. 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ കുട്ടികൾക്ക് ഉറപ്പു നൽകുന്നത്. പക്ഷേ ഭരണഘടന ഉറപ്പു നൽകുന്ന വിധത്തിൽ കുട്ടികൾക്ക് ശരിയായ രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. നമ്മുടെ വൈവിധ്യ സംസ്കാരങ്ങളും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ശരിയായ വിധത്തിൽ സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനോ ആയതുമായി ബന്ധപ്പെട്ട അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ ഇന്നും സർക്കാരിന് സാധിച്ചിട്ടില്ല. വിദ്യാഭ്യാസവും സ്കൂളുകളും ഒക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് കേരളം പോലെയുള്ള നമ്മുടെ സംസ്ഥാനത്തെയാണ്. ആ ഒരു സാഹചര്യം മാറ്റി നിർത്തിയാൽ മറ്റു പല പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ശരിയായ വിധത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇപ്പോഴും അവർക്ക് അപ്രാപ്യമാണ്. വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ കുറവുകൾ കുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കുന്നതിന് പകരം ആ നാട്ടിൽ നിലനിൽക്കുന്ന എന്തെങ്കിലും വ്യവസായങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ബെനിഫിറ്റുകൾ പിന്നെയും പിന്നെയും അവരെ അതിലേക്ക് തുടരാൻ പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയുമാണുള്ളത്. മുതലാളിത്ത കച്ചവട വർഗം എല്ലായ്പ്പോഴും തൊഴിൽ ചൂഷണങ്ങൾക്ക് തൊഴിലാളികളെ വിധേയമാക്കുന്ന ഒരു മനോഭാവത്തിലാണ് കടന്നുപോയിട്ടുള്ളത്. സ്വാഭാവികമായും കുട്ടികളെ വളരെ തുച്ഛമായ വിലയിൽ പണിയെടുക്കാൻ കിട്ടുമ്പോൾ എന്തിന് അവർ കൂടുതൽ പണം നൽകി മുതിർന്ന ആളുകളെ ജോലിക്ക് നിയോഗിക്കണം? ഈ ബാലവേല ശരിക്കും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുതലാളിത്ത കോർപ്പറേറ്റ് ഫേമുകൾ തന്നെയാണ്. നമുക്ക് ഏവർക്കും അറിയാം, യൂസഫ് മലാല എന്ന പെൺകുട്ടി, പാകിസ്ഥാനിൽ പഠിക്കുന്ന പെൺകുട്ടി, അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു കഥ. അവരിലൂടെ ലോകമറിഞ്ഞു ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നേടുന്നതിനുള്ള ബുദ്ധിമുട്ട്. പിന്നീട് അവരെ ലോകം നൊബേൽ സമ്മാനവും നൽകി ആദരിച്ചു. ഓരോ രാജ്യത്തും നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങളിലൂടെയാണ് ലോകം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഇന്നും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു. തൽഫലമായി അവർ എന്തെങ്കിലും തരത്തിലുള്ള ജോലികളിലേക്ക് അടിമപ്പെട്ടു പോകുന്നു. അവരെ ദുരുപയോഗം ചെയ്യാൻ, അവരെ അപകടകരമായ രീതിയിലുള്ള സ്ഥലങ്ങളിൽ ജോലിക്ക് നിയോഗിക്കാൻ മുതലാളിത്ത കോർപ്പറേറ്റുകൾ കൂടെ നിൽക്കുന്നു. അതാണ് സത്യം.
നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ബാലവേലയിൽ നിന്നും മറ്റ് അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ നമ്മുടെ നിയമപുസ്തകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഇന്ത്യയിൽ ബാലവേല നിരോധിക്കുന്നതും നിരുത്സാഹപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി നമുക്ക് നിലവിലുള്ള നിയമം ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ലേബർ ആക്ട്, പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ 1986 നിയമത്തെ ആധാരമാക്കിയാണ് ബാലവേലയെ കടിഞ്ഞാണിടാൻ സർക്കാർ ശ്രമിച്ചു വരുന്നത്. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസമല്ലാതെ യാതൊരുവിധ തൊഴിൽ മേഖലകളിലും തൊഴിൽ ആക്ടിവിറ്റികളിലും ഏർപ്പെടരുതെന്നാണ് നിയമത്തിൽ വ്യവസ്ഥയുള്ളത്. അതുപോലെ തന്നെ 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിയന്ത്രണത്തോടുകൂടി മാത്രം ചെറിയ രീതിയിലുള്ള തൊഴിലുകൾ എടുക്കാനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അതിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. ഒരു കുട്ടിയെ 14നും 18 വയസ്സിനിടയ്ക്കുള്ള കുട്ടിയെ ജോലിക്ക് നിയോഗിക്കുമ്പോൾ അപകടകരമായ മേഖലകളിലോ സ്ഥലങ്ങളിലോ ജോലിക്ക് നിയോഗിക്കരുത്. അതുപോലെ തന്നെ 3 മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ആ കുട്ടിയെ ജോലിക്ക് നിയോഗിക്കരുത്. ആകെയുള്ള ജോലി സമയം 6 മണിക്കൂർ എന്നുള്ളത് നിജപ്പെടുത്തണം. ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധിത മുഴുവൻ സമയ അവധി നൽകണം. ഇതൊക്കെയാണ് നിയമത്തിൽ വ്യവസ്ഥയുള്ളത്. കൂടാതെ തന്നെ ഇന്ത്യയിൽ മൈൻസ് ആക്ട്, ഫാക്ടറി ആക്ട് തുടങ്ങിയ നിയമങ്ങളിലും കൃത്യമായി കുട്ടികളുടെ തൊഴിൽ തടയുന്നതിനെയും അത് നിയന്ത്രിക്കുന്നതിനെയും സംബന്ധിച്ച് വ്യവസ്ഥകളുണ്ട്. അതുപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2000 പാസാക്കിയ നിയമം, ആ നിയമത്തിൽ കർശന വ്യവസ്ഥകളുണ്ട്. ആ നിയമത്തിൽ പറയുന്നു, ഒരു കുട്ടി ബാലവേല ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിർവചനം വെച്ചിട്ടുണ്ട്. ആ നിർവചനത്തിൽ കൃത്യമായി പറയുന്നു, ചൈൽഡ് ജെ ആക്ടിൽ പറയുന്നത്, ഒരു കുട്ടി ബാലവേലയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്: ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ആ വിക്ടിമിന് പോലും വളരെ ഒരു കെയറോട് കൂടിയ ഒരു പരിഗണനയാണ് ജെ ആക്ടിൽ വെച്ചിട്ടുള്ളത്. നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ബാലവേല കണ്ടുപിടിക്കപ്പെട്ടാൽ അതിന് ഉത്തരവാദികളായവർക്ക് 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാനും 20,000 രൂപ മുതൽ 50,000 രൂപ വരെ ഫൈൻ അടപ്പിക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതുപോലെ തന്നെ ഓരോ കുഞ്ഞുങ്ങളും കളിക്കണം എന്ന ചിന്തയായിട്ട് നടക്കുന്നവരാണ്, അതിൽ പരം വേറെ ഒന്നും ചിന്തിക്കാത്തവരുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫോഴ്സ് ലേബർ, അതിലേക്ക് മാതാപിതാക്കൾ വഴിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ വഴിയോ കുട്ടികൾ ബാലവേല ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എത്തുമ്പോൾ ഇതിലേക്ക് നയിക്കുന്ന ആൾക്കാർക്കെതിരെ എന്തൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാം? ചില സമയങ്ങളിലെല്ലാം കുട്ടികൾ ഫോഴ്സ് ലേബർ എന്ന രീതിയിലേക്ക് എത്തപ്പെടുന്നു. മാതാപിതാക്കളാലോ മറ്റു ബന്ധുക്കളാലോ അതല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റു ഉയർന്ന മേഖലയിൽ നിൽക്കുന്നവരാലോ ഒക്കെ കുട്ടികൾ നിർബന്ധിത തൊഴിലിന് അയക്കപ്പെടുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട സാഹചര്യം അവരുടെ ജീവിത സാഹചര്യം തന്നെയാണ്. വീട്ടിലെ ദാരിദ്ര്യം, നാട്ടിലെ വികസനമില്ലായ്മ, സ്വയം ഉള്ളിലേക്ക് വലിഞ്ഞു പോകേണ്ട ഒരവസ്ഥ. ലോകത്തെമ്പാടുമുള്ള എല്ലാ മാതാപിതാക്കളും അവരുടെ കുട്ടികളുടെ അവകാശങ്ങളെയും കുട്ടികൾക്കെതിരെയുള്ള ചൂഷണങ്ങളെയും തിരിച്ചറിയുമ്പോൾ മാത്രമാണ് മാതാപിതാക്കൾ വഴി കുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ബാലവേലയ്ക്കെതിരെ പോരാടുവാൻ തയ്യാറാകുകയുള്ളൂ. മാതാപിതാക്കൾക്ക് അതിനുള്ള അനുകൂലമായ പശ്ചാത്തല സംവിധാനം എല്ലാ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കണം. മാത്രമല്ല, മാതാപിതാക്കൾ കൂടുതൽ ബോധവാന്മാരാകേണ്ടതുണ്ട്. അപ്പോൾ കൂടുതലും ലോകത്തെമ്പാടും തന്നെ ഓരോ മാതാപിതാക്കളും അവരുടെ മക്കൾ ചൂഷണത്തിന് വിധേയമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ട വിദ്യാഭ്യാസവും അനുബന്ധ പശ്ചാത്തല സൗകര്യങ്ങളും ഓരോ രാജ്യത്തെയും ഭരണകൂടം നടപ്പാക്കുവാനും
തയ്യാറാകണം. അപ്പോൾ മാത്രമാണ് ബാലവേല നിരോധന നിയമം, ബാലവേല നിരോധന ദിവസം നമ്മൾ ആചരിക്കുമ്പോൾ അതിൻ്റെ മൂല്യത്തിനും സ്ലോഗനും അനുസൃതമായി നമ്മുടെ ലോകത്തും മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഇത്രയും നേരം റേഡിയോ സിയുടെ ഭാഗമായിരുന്ന മിസ്റ്റർ ജക്സൺ ജോസ് സാർ ബാലവേലയെക്കുറിച്ചും ബാലവേലയുടെ വിവിധ നിയമവശങ്ങളെക്കുറിച്ചും നമുക്ക് പോലും അറിയാത്ത മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശാലമായി തന്നെ സംസാരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ബാലവേലയുടെ വേരുകൾ ഇറക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണ്, പിന്നീട് അത് സമൂഹത്തിലേക്കാണ് മാറേണ്ടത്. അപ്പോൾ ബാലവേലയുടെ ഇന്നത്തെ ദിവസം നമുക്ക് ആ കുട്ടികളെക്കുറിച്ച് സംസാരിക്കാം, നമുക്ക് ആ കുട്ടികളെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ആയിരുന്ന മിസ്റ്റർ ജക്സൺ ജോസ് സാറിന് ഹൃദയപൂർവ്വം റേഡിയോ സിയുടെ ഭാഗത്തു നിന്നും നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സി, കൂടെ ഉണ്ടായിരുന്നത് RJ ഷീല. സൈനിങ് ഓഫ്. Radio C. Our campus, our voice.